ഞങ്ങൾ ഒരുപാട് നാളുകളായി കുഞ്ഞുങ്ങളില്ലാത്ത സങ്കടത്തിൽ ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് മാതാസ് ക്ലിനിക്കിനെ പറ്റി കേൾക്കുന്നത്. മാതാസ് ക്ലിനിക്കിലെ മേരി ഡോക്ടറുടെയും മറ്റു ഡോക്ടർമാരുടെയും പ്രാഗൽഭ്യത്താലും സംരക്ഷണത്താലും ഒന്നിനെ ആഗ്രഹിച്ച ഞങ്ങൾക്ക് ഒറ്റയടിക്ക് 4 കുഞ്ഞുങ്ങളെ കിട്ടി. ഇതാ നോക്കൂ. എങ്ങനെയല്ലേ എല്ലാരും കൂടി വളർത്തി വലുതാക്കണം. ഒന്നിനെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. സജിത ഷിജു. ഓ, പോലീസിലാണല്ലോ. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ പോലീസുകാരെന്ന് പറയുന്ന അവരുടെ ഡിസിപ്ലിനും അവരുടെ ഒരു മര്യാദയും. എന്തൊരു സർവീസ് ആണല്ലേ നിങ്ങളുടെ. പ്രൗഡ്, റിയലി പ്രൗഡ്. മീഡിക്ക്. ഷിജു എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ഓർഗാനിക് കൃഷിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഓ, ഓർഗാനിക് കൃഷിയോ? ഓ, എനിക്ക് റിട്ടയർ ചെയ്തതിന് ശേഷം ഓർഗാനിക് കൃഷി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അതാകുമ്പോൾ സോ ഹെൽത്തി അല്ലേ, ഈ കെമിക്കൽസിന്റെ ഈ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. ഓ, വണ്ടർഫുൾ വണ്ടർഫുൾ. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം. ബട്ട് റിട്ടയർമെന്റിന് ശേഷമാണ്. നൈസ്. സജിത, എന്താണ് ഒരു കംപ്ലൈന്റ് ആയിട്ട്? PCOD ആണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലേ? കല്യാണം കഴിച്ചിട്ട് എത്ര ആളായി? ഇപ്പോൾ 3 വർഷം. 3 years എന്നൊരു സമയമൊന്നുമല്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും. ഓക്കെ. കൺസീവ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. ഇന്ന് ഏതാ ഡേ? മൺഡേ. ഇത് സെക്കൻഡ് ഡേ ആണ് ഡോക്ടർ. പീരിയഡ്സിന്റെ ഡേറ്റാ ചോദിച്ചത്. ഇതിപ്പോൾ നന്നായി കേട്ടോ. ഫോളിക്കുലർ സ്റ്റഡിയൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കൊരു ഓവേറിയൻ റിസർവ് ഒക്കെ അറിയാൻ പറ്റും. സ്കാനിങ് കൊണ്ടുപോകണം. അതുപോലെ ഷിജു, നമുക്ക് നോക്കണ്ടേ? എന്താ? സെമൻ ടെസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ കുട്ടി കൊണ്ടുപോകും. കൂടെ പോയാൽ മതി. ബോണ്ട് എടുക്ക്. ജിംസ, പെണ്ണിന് ഇഷ്ടമായോ? കണ്ണട ഒന്ന് പൊക്കി നോക്കിയാൽ കുറച്ചുകൂടി കളറാകും. അതെ അതെ. എങ്ങനെയുണ്ട്? ആ, ബെസ്റ്റ് ഫ്രണ്ടാ തൂറ്റാമ്പ്ലാക്ക് ഷിജു. കേട്ടാണോ വഴി? ഇല്ല. ആ, പറയടാ. എടാ സജീവരം മറ്റേ ടെസ്റ്റ് എഴുതടാ. ആ, ഹലോ. മറ്റേ ടെസ്റ്റില്ലേ? സെക്കൻഡാ. എടാ, കേക്കാൻ പറ്റുള്ള ഒച്ച പറ. ഒരു സെക്കൻഡ്. മറ്റേ ടെസ്റ്റില്ലേ? 7 അത് എഴുതിയത്. 7 കേൾക്കണ്ട. എടാ, എന്താണ് കേക്കാൻ പറ്റുള്ള? സെമൻ. എന്താണോ? കൂട്ടുകാരനാ, ചില ലൈഫ് പ്രോബ്ലംസ്. കഴിക്കൂ, ഇപ്പൊ വരാം. ഓരോരോ ലൈഫ് പ്രോബ്ലംസ്. എന്റെ പൊന്നു ഷിജു, നീ ആദ്യം പോയി ടെസ്റ്റ് ചെയ്യേ. ടെസ്റ്റ് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും കുഴപ്പമുണ്ടാന്ന്. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടെങ്കില ഇപ്പൊ എല്ലാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം വല്ലതുണ്ടെങ്കിൽ എല്ലാം തകരാറിലാവൂട്ടാ. നീ ഒന്ന് മോങ്ങാണ്ടിരിക്കും ഷിജു. നിന്റെ ഭാര്യയുടെയും കല്യാണം ഞാൻ കഷ്ടപ്പെട്ട് നടത്തി തന്നില്ലേ? എനിക്ക് ബാക്കിയുള്ളവരെ കല്യാണം നടത്തണ്ടേ? നീ എന്താ എന്റെ കാര്യം ആലോചിക്കാത്തത്? നീ വെച്ചേ. എടി, അപ്പൊ അവൻ എന്നോട് പറയാ അവൻ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരാന്ന്. എടി, എനിക്ക് ഞാൻ പറഞ്ഞ ഇഞ്ചക്ഷൻ തരാന്ന്. അതവിടെ കൊടുത്തേക്ക്. എപ്പോഴാ കിട്ടുക? അയ്യോ, കിട്ടും, പേടിക്കണ്ട. ശരി. അയ്യോ, ഷിജു മാഷ് വന്നവിടെ. മാഷ നോർമലാ. എന്നെ മനസ്സിലായില്ലേ? മാഷ മിന്നിനി. മാഷിന്റെ ഓൺലൈൻ മോട്ടിവേഷൻ ക്ലാസ്സിലുണ്ടായിരുന്നു. 9am ബാച്ച് സിത്താരൊക്കെ ഉള്ള. അല്ല, ഈ സെമൻ ടെസ്റ്റ് അതിവിടെ തന്നെ. മാഷിനാണോ? ആരാ ഡോക്ടർ? നീര് ഡോക്ടറാണോ? നല്ല ഡോക്ടർ മാഷെ. എല്ലാം ശരിയാവും. അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലെങ്കിലും ശരിയാവും മാഷെ. ആ കാണുന്ന മുറിയാണേ. അല്ല, ഇതിപ്പോ മുഴുവനൊന്നും പറ്റില്ല മാഷെ. പറ്റുന്ന കൊണ്ട് പോയി.
ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന പരുന്ത്, അതാ ഐറ്റം. എന്നാ സ്കാനിങ്ങിന് വേണ്ടിയായിരുന്നു. ആ പാൻറ് വെച്ചിട്ട് അവിടെ പോയിരിക്കും. എന്താ ചെവി കേട്ടൂടെ? പാൻറ് വെച്ചിട്ട് അവിടെ പോയിരിക്കാൻ. ഇത് മര്യാദ സംസാരിക്കണം. ഞാൻ പോലീസോ? നിങ്ങൾ മൂക്കടിച്ചാൻ പരത്തും. അയ്യോ മോളെ, അങ്ങനെ പറഞ്ഞതല്ല. സ്കാൻ ചെയ്യാനല്ലേ മോള് വന്നത്? ദേ അങ്ങോട്ട് നോക്കി, അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ടോ? പാൻറ് വെച്ചിട്ട് അവിടെ പോയിരിക്കേട്ടോ. ഇതാ ടവല്. ഞാൻ ഇവിടെ ഒന്ന് മാറണോ? അവിടെ ഒതുങ്ങി നിന്നിട്ട് മറിക്കും. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അവിടെ ഇരുന്നാൽ മതി. ഡോക്ടർ ഇപ്പോൾ വരും കേട്ടോ. ഏത് ഡോക്ടർ പേഷ്യൻ്റ് ആണ്? കുട്ടിയാസം ഡോക്ടറുടെ. കുട്ടിയാസൻ ഡോക്ടർ സൂപ്പറാണ്. എല്ലാം ശരിയാവും. ശരിയാവോ? ആ, ഇതിപ്പോ 3ാമത്തെ ഹോസ്പിറ്റലാ. കുട്ടിഹാസൻ ഡോക്ടർ നോക്കിയിട്ട് ശരിയാവാത്ത ഒരു കേസും ഇല്ല ഇവിടെ. സാർ ഇത്തവണ ഉറപ്പിച്ചോ? എടി ഒരു ബാക്കിലോട്ട്. ചേട്ടാ ആ 2ാമത്തെ ഡോറാണേ. എന്നിട്ടില്ലേ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നേ? ഇവൻ എനിക്ക് മെസ്സേജ് ഏത് ഡോക്ടർ പേഷ്യൻ്റ് ആണ്? ജോർജ് ഡോക്ടർ. ജോർജ് ഡോക്ടർ സൂപ്പറാണ്. എല്ലാം ശരിയാവും. എടി ഒരു ബോട്ടിൽ കൊടുത്ത ചേട്ടാ അങ്ങോട്ട് ഇരുന്നോ കേട്ടോ. ഇന്ന് നല്ല തിരക്കാണല്ലോ. ആടി ഇതാ ഞാൻ ജോർജ് ഡോക്ടറോട് പറയുന്നത്. ഇതൊക്കെ കുറച്ച് സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഒരു 2 മുറി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തൂടെ ഇവർക്ക്? ബില്ലിംഗ് തന്നെ.